നമ്മളെ സനത് ബീച്ചിൽ വെറുതെ വന്നാലും പോകാൻ നിൽക്കേണ്ട, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവരോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, 10-16 കൊല്ലമായിട്ട് ബഹ്റൈനിൽ ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഈ സനത് ഏരിയയിലുള്ള ഈ ബീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടമാണ്. ഇപ്പോൾ അടുത്ത് ഞാൻ വീഡിയോയിൽ വൈറലായപ്പോഴാണ് ഞാൻ ഈ സംഭവം ശ്രദ്ധിച്ചത്. അത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കലുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ എൻഡിലൊന്നും ഇതുവരെ വന്നിട്ട് പോലും ഞാൻ. ഇപ്പോൾ നമ്മളെ ഫാമിലി ഇവിടെ വരേണ്ടി വന്ന് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മളെ പുറത്തൂർ എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിലുണ്ട് ഇതേപോലെ കണ്ടൽക്കാടുകളൊക്കെ ഉള്ളതാണ്. അവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ അത് വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ വളർന്ന് ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ ഈ കണ്ടൽക്കാടിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഏതായാലും അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത്. പിന്നെ അതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഈ കടലിനോട് ഈ കണ്ടൽക്കാടുകളോട് തൊട്ടടുത്തായിട്ട് ഈ കാണുന്നൊരു പാറ അവിടെ, അതെങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അള്ളാൻ്റെ ഒരു അത്ഭുതങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടോ മക്കളെ. അപ്പോൾ അതുമാത്രമല്ല, വീണ്ടും ഈ വിണ്ട് കിടക്കുന്നുണ്ടല്ലേ, ഇത്രയും വെള്ളം കടലിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഈ ഭൂമിയോടെ വിണ്ട് കിടക്കുന്നത്, അതൊക്കെ എന്താണ് ആലോചിക്കാൻ ഒരുപാട് ആലോചിക്കാണ്ട്. അത് നിങ്ങൾ ആരാവില്ല ആലോചിക്കാൻ നിൽക്കണ്ട. ഈ വീടിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാന്നുള്ള സംഭവം വേറെ ഒന്നുമല്ല. നമ്മളെ സനത് ബീച്ചിൽ ഇവിടെ കയാക്കിങ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 8 ബീഡിയാണ്, 1 മണിക്കൂറാണ്. ഈ കണ്ടൽക്കാടുകളിലുള്ള യാത്രയാണ്, അതിമനോഹരമായിരിക്കും. നിങ്ങൾ കയാക്കിംഗ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വരികയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഐസ്ലാൻഡ് എന്നുള്ള പേജിൽ കയറിയിട്ട് ആദ്യം തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം. 1 മണിക്കൂറിന് 8 ബീഡി ഒരാൾക്കാണ്. 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അത് 16 ബീഡി.